കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പഠനതന്ത്രമാക്കുകയാണ് രാമമംഗലം ഹൈസ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്. ലോകകപ്പിൽ മത്സരിക്കുന്ന 48 രാജ്യങ്ങളെയും അവ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളെയും പരിചയപ്പെടുകയാണ് വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ആവേശത്തെ പഠനതന്ത്രമാക്കുകയാണ് രാമമംഗലം ഹൈസ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്. ലോകകപ്പിൽ മത്സരിക്കുന്ന 48 രാജ്യങ്ങളെയും അവ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളെയും പരിചയപ്പെടുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ലോക ഭൂപടം തയ്യാറാക്കി ഓരോ ദിവസവും നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ മാർക്ക് ചെയ്തും ഇഷ്ടതാരങ്ങളുടെ പടങ്ങൾ ഒട്ടിച്ചു ചേർത്തും പഠനത്തിനായി വേറിട്ട തന്ത്രം തീർക്കുകയാണ് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും. സാമൂഹ്യശാസ്ത്ര പഠനം വിരസമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാലത്ത് കുട്ടികളുടെ ഫുട്ബോൾ താൽപര്യത്തെ പഠനത്തിനായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്ന് സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ അനൂപ് ജോൺ, പ്രധാനാധ്യാപിക സിന്ധു പീറ്റർ എന്നിവർ പറഞ്ഞു. ഇഷ്ടതാരങ്ങളിലൂടെയും രാജ്യങ്ങളുടെയും ലോകത്തെയും വിവിധ ഭൂഖണ്ഡങ്ങളെയും തിരിച്ചറിഞ്ഞ് അവയുടെ അതിരുകളും കാലാവസ്ഥാ മേഖലകളും കുട്ടികൾ ആവേശത്തോടെ പഠിച്ചെടുക്കുകയാണ്. ലോകമാപ്പ് തയ്യാറാക്കുന്നതും പരിചയപ്പെടുത്തുന്നതും കുട്ടികൾ തന്നെ. ഓരോ ദിവസവും നടക്കുന്ന കളികളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ മാപ്പിൽ രേഖപ്പെടുത്തി വരുന്നു. ആകർഷകമായ സമ്മാനങ്ങളും കുട്ടികൾക്ക് നൽകുന്നുണ്ട്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ദേവദത്ത്, ഗൗതം പി സുമേഷ്, അഭിനവ് പി എസ്, മരിയ സിജു, വേദ മനോജ്, സ്കൂൾ ബോർഡ് പ്രസിഡന്റ് ശ്രീറാം മംഗലസ്, മാനേജർ അജിത് കല്ലൂർ, PTA പ്രസിഡന്റ് രതീഷ് കലാനിലയം, സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ സോണി എലിയാസ്, സ്റ്റാഫ് സെക്രട്ടറി ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്, അധ്യാപകരായ ഷൈജി കെ ജേക്കബ്, ബിന്ദു എൻ എന്നിവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.